കർത്താവിൻ്റെ രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ചിലപ്പോൾ തുടർമാനമായി ഈ വചന ശുശ്രൂഷ കേൾക്കാത്തവർ ഇടയിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന ആരാണ് എന്ന ഗ്രാഹ്യത്തിന് വേണ്ടി പേര് പറയുന്നത് മാത്രമാണ്, അല്ലാതെ പേര് പ്രസിദ്ധമാകുവാൻ വേണ്ടി പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. നാം രാജകീയ പുരോഹിതവർഗമാണ് എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി പത്രോസ് എഴുതിയ 1 2 9 വാക്യമാണ് നമ്മുടെ താക്കോൽ വാക്യം. നാം രാജകീയ പുരോഹിതവർഗം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു, എന്താണ് നമ്മുടെ പരമപ്രധാനമായ ശുശ്രൂഷയുടെ ലക്ഷ്യം, ഈ കാര്യങ്ങളെല്ലാം കുലങ്കഷമായി അതേ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നാം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലേവ്യ പുസ്തകം 7-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യമാണ്. അതിൽ 6-ാമത്തെ യാഗമാകുന്ന കരപൂരണ യാഗം, കുഷ്ഠരോഗിയെ പാളയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതിനായി നിഷ്കർഷിക്കപ്പെട്ടുള്ള യാഗം, കരപൂരണ യാഗം. 2 കോലാടുകളെ കൊണ്ടുവരണം എന്ന് ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ തുടർന്ന് 20 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടു. എന്നാൽ 14-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ആടുകളെ യാഗം കഴിക്കുവാൻ വകയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ദൈവം സമ്പന്നന്മാരുടെ ദൈവം മാത്രമല്ല, സമ്പത്തില്ലാത്തവരുടെയും ദൈവമാണ്. അതുകൊണ്ട് 3-ാമത്തെ വിഷയം ദൈവം പറയുകയാണ്. എന്ത്? ദരിദ്രനും വകയില്ലാത്തവനും ആകുന്നു എങ്കിൽ തനിക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീരാജനത്തിനായി അകൃത്യയാഗമായിട്ട് 1 കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 1 ഡങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും പ്രാപ്തി പോലെ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തൻ്റെ ശുദ്ധീകരണത്തിനായി 8-ാം ദിവസം സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. 14-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉയർത്തി വീശണം എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ വലിയൊരു കൂട്ടം ആളുകളുടെ നടുവിലാണ് നാം നിൽക്കുന്നത് എങ്കിൽ ദൂരെ നിൽക്കുന്ന വ്യക്തിയെ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കുവാൻ കൈ ഉയർത്തി വീശി കാണിക്കുക, അതാണ് ഈ നീരാജനം എന്ന പദത്തിൻ്റെ അർത്ഥം. വേവ് ചെയ്യുക എന്നാണ് അർത്ഥം. 3-ാമത് അവൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത് കാതിന്മേലും, അപ്പം അവൻ്റെ കേൾക്കുന്ന ശുശ്രൂഷ ശ്രവണം ശക്തി വിശുദ്ധമായിരിക്കണം, വലതു കൈയുടെ പെരുവിരലിന്മേലും അവൻ്റെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം, വലതു കാലിൻ്റെ പെരുവിരലിന്മേലും അവൻ്റെ നടക്കൽ വിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് വലതു കാതിന്മേലും വലതു കൈയുടെ പെരുവിരലിന്മേലും വലതു കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം. പുരോഹിതൻ ഇടത് കൈയിൽ ഉള്ള എണ്ണ കുറെ വലതു കൈയുടെ പെരുവിരൽ കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ 7 തവണ തളിക്കണം. 14-ാം അധ്യായം 26, 27 എന്നീ വാക്യങ്ങൾ. പുരോഹിതൻ ഉള്ളം കൈയിലുള്ള എണ്ണ കുറെ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതു കാതിന്മേലും വലതു കൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തം എവിടെല്ലാം ഉണ്ടോ അതിൻ്റെ മുകളിൽ പുരട്ടണം. നോക്കണം, ശരീരവുമായി ബന്ധപ്പെട്ട രക്തം, അതിൻ്റെ മുകളിൽ എണ്ണ. രക്തം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് തുല്യവും എണ്ണ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകവും അതിൻ്റെ നിഴലാണ്. സ്തോത്രം. പുരോഹിതൻ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിൽ ഒഴിച്ച് അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. 14-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്തത് 7-ാമത്, അവൻ പ്രാപ്തി പോലെ കുറുപ്രാവുകളിലോ പ്രാവിൻ കുഞ്ഞുങ്ങളിലോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും ഭോജനയാഗത്തോടുകൂടെ അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നതിനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. ഇത് ശുദ്ധീകരണത്തിന് വേണ്ടി വകയില്ലാത്ത കുഷ്ഠരോഗിക്കുള്ള പ്രമാണം. ഒരു കാര്യം കൂടെ ഗ്രഹിക്കണം, പുരോഹിതൻ ദരിദ്രനായവൻ വരുമ്പോൾ
ധനികൻ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവരണം എന്നും ധനികനായവൻ ദരിദ്രൻ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്ന് അതിൻ്റെ മുന്നിൽ ലാഭമുണ്ടാക്കാമെന്നും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഓരോരുത്തരും അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യട്ടെ. സ്തോത്രം. തന്നെയുമല്ല, ശാരീരികമായി രോഗത്താലോ സ്രവത്താലോ ശവത്താലോ അശുദ്ധമാകുന്നവർ ആരായാലും അവരുടെ സഹവാസത്താൽ ഭവനത്തിൽ ഉള്ളവരും പാളയവും അതിലുള്ളവരും അശുദ്ധരാകാതിരിക്കേണ്ടതിന് അങ്ങനെയുള്ളവരെ, ആരെ? രോഗത്താലോ സ്രവത്താലോ ശവത്താലോ അശുദ്ധരായവരെ, വന്നു പാർക്കുന്ന ഭവനക്കാരും പാളയക്കാരും അശുദ്ധരാകാതിരിപ്പാൻ അങ്ങനെയുള്ളവരെ പാളയത്തിനു പുറത്തുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ പാർപ്പിക്കുന്ന ന്യായപ്രമാണം ആയിരുന്നു ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. ലേവ്യ പുസ്തകം 13:46, സംഖ്യാപുസ്തകം 5 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ടാകുന്നു മോശെ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്ത ദൈവം മനുഷ്യനായി അവതരിച്ച് ജഡത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ, യോഹന്നാൻ 1:1 1 വാക്യവും 2 വാക്യവും 14 വാക്യവും, താൻ സൗഖ്യമാക്കിയ കുഷ്ഠരോഗിയോട് പുരോഹിതന്മാർക്ക് സാക്ഷ്യത്തിനായി അവൻ ചെന്ന് അവനെ തന്നെ പുരോഹിതന് കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്നും പറഞ്ഞത്. എന്താണ് മോശെ കൽപ്പിച്ച വഴിപാട്? അവൻ ധനികനായിരുന്നോ ദരിദ്രനായിരുന്നോ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കുഷ്ഠരോഗിയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനികൻ ആടുകളെയും ദരിദ്രൻ കുഞ്ഞാടിനെയും അർപ്പിക്കണം. അപ്പോൾ അവൻ്റെ ധനസ്ഥിതി അനുസരിച്ച് കർത്താവ് പറയുകയാണ്, നീ പോയി മോശെ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിലെ വഴിപാടുകൾ ചെയ്യുക എന്ന്. ലേവ്യ പുസ്തകം 13:14 മുതൽ 16 വരെയും 14 അധ്യായം 57 വാക്യത്തിലും എന്താണ് അർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രവുമല്ല, ദൈവ സന്നിധിയിൽ വരുന്നതിന് ജാതികളായിരുന്ന നമ്മുടെ സകല പാപപരിഹാര, അകൃത്യയാഗ, കരപൂർണയാഗ എന്നിവകളെ മൃഗങ്ങളാലും അശുദ്ധിയെയും വഹിച്ചുകൊണ്ട് യാഗാർപ്പകന്മാർ പാളയത്തിന് പുറത്ത് ചുമന്നു കൊണ്ടുപോകുന്നത് പോലെ, സ്തോത്രം, പുറപ്പാട് 29:14, ലേവ്യ പുസ്തകം 4:11, 12, 20, 21, യാഗം കഴിക്കുന്ന യാഗവസ്തുക്കളുടെ അശുദ്ധമായ എല്ലാ നീക്കിയിരിപ്പുകളെയും പുരോഹിതൻ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുന്നത് പോലെ നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കുവാൻ നമ്മുടെ ഏകമഹാപുരോഹിതൻ നമ്മെ സ്വന്തം രക്തത്താൽ വിശുദ്ധീകരിക്കേണ്ടത്. പിന്നെ നഗരവാതിലിന് അഥവാ യെരുശലേം പട്ടണം എന്ന പാളയത്തിന് പുറത്ത് ദൈവത്തിന് സ്തോത്രം കഷ്ടം അനുഭവിച്ചത് എന്ന് മറന്നുപോകരുത്. സദാസമയവും അവ ഓർത്താൽ പാളയത്തിന് പുറത്തിരുന്ന കുഷ്ഠരോഗിയെ ഉള്ളിൽ കൊണ്ടുവരുവാൻ വേണ്ടി യാഗമൃഗങ്ങൾ യാഗമായി തീർന്നതുപോലെ ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് പുറത്തായിരുന്ന ജാതികളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ സഭയുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ പുത്രനായ ക്രിസ്തു ഏകയാഗമായി തീർന്നു. നമ്മുടെ നിന്ദയും വഹിച്ച് അവൻ പാളയത്തിന് പുറത്തുപോയി. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കുഷ്ഠരോഗിയുടെ കരപൂർണത്തിനും മറ്റ് യാഗങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഊനമറ്റ യാഗമൃഗങ്ങൾ എല്ലാം തന്നെ ദൈവപുത്രനായ ക്രിസ്തുവേശുവിൻ്റെ നിഴൽ മാത്രമായിരുന്നു എന്ന സത്യവും കൂടെ ഓർത്തിരുന്നാൽ നല്ലത്. വാക്യങ്ങൾ ഇല്ലാതെയല്ല, ഉണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 29:35 യേശുക്രിസ്തു ദൂരെ കൂടെ കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ ആത്മപ്രേരണയാൽ ലഭിച്ച വെളിപ്പാട് വിളിച്ചു പറയുകയാണ്, ദോ അങ്ങോട്ട് നോക്ക്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:2, എബ്രായർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 13 അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമ പുരോഹിതന്മാർ യാഗവസ്തുക്കളെ യാഗമയർപ്പിച്ച് ദൈവവുമായി ഉടമ്പടി ചെയ്ത് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആയപ്പോൾ ദൈവപുത്രനാകട്ടെ തന്നെത്താൻ സ്വയം യാഗമയർപ്പിച്ച് നിത്യമഹാപുരോഹിതനായി തീർന്നു. ഒരിക്കൽ കൂടെ പറയാം,
നാൽക്കാലി മൃഗങ്ങൾ, കുറ്റമറ്റ മൃഗങ്ങളെ യാഗങ്ങളായി അർപ്പിച്ച് പഴയ നിയമ പുരോഹിതന്മാരും മഹാപുരോഹിതൻ പോലും ശുശ്രൂഷകന്മാരും പുരോഹിതന്മാരുമായപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുക്രിസ്തു ആകട്ടെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിൽ അവതരിച്ച് ആരും അവനെ ക്രൂശിച്ചതല്ല, സ്വയം യാഗമായി അർപ്പിച്ചു. സ്തോത്രം. നിത്യമഹാപുരോഹിതനായി തീർന്നു. സങ്കീർത്തനം 110:4, എബ്രായർക്ക് എഴുതിയ ലേഖനം 5:6, 6-ാം അധ്യായം 20-ാമത്തെ വാക്യം, 7-ാം അധ്യായം 17-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, 24, 28. അതിൽ കൂടി നാമും രാജകീയ പുരോഹിത വർഗമായി തീർന്നു. വാക്യങ്ങൾ എത്ര സ്പഷ്ടമാണെന്ന് നോക്കുക. പുറപ്പാട് 19:5. ഈ പ്രമാണങ്ങളൊക്കെ നിങ്ങൾ ഓർത്താചരിച്ച് നടന്നാൽ നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്തും വിശുദ്ധ ജനവുമായി തീരും. അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയപ്പോൾ യഹൂദ ഗോത്രത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കേണ്ടതിനു വേണ്ടി ക്രൂശിൽ സ്വയം യാഗമായി. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2:9 ആണല്ലോ നാം നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അങ്ങനെ നമ്മെ ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി. വെളിപ്പാട് പുസ്തകം 1:6 പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന്റെ അടുക്കൽ കർത്താവ് എന്ന് പറഞ്ഞ അനുഗ്രഹീത തിരുവചസ്സുകളാണ് അവിടെ കാണുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിൽ നിന്നുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. നാം എത്ര നന്ദി പറഞ്ഞാലും കർത്താവിന് സ്തോത്രം, അത് പര്യാപ്തമല്ല എന്ന് മറന്നു പോകരുത്. കൃപായുഗത്തിൽ ഒരേ ഒരു മഹാപുരോഹിതൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2:17, 3:1, 4:14, 15, 5-ാം അധ്യായം 5-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും, 6-ാം അധ്യായം 20-ാമത്തെ വാക്യവും, 7:1, 26, 27, 28. കൃപായുഗത്തിൽ ലേവി ഗോത്ര പുരോഹിതന്മാരില്ല. ദൈവത്തിന് മുൻപിൽ ഇസ്രായേൽ എന്ന സഭയുമില്ല. പിന്നെയോ രാജകീയ പുരോഹിത വർഗവും ദൈവസഭയും മാത്രമാണുള്ളത് എന്ന് ഒരിക്കൽ കൂടെ അസന്നിഗ്ധമായി പറയുന്നു. ഇതിൽ കൂടെ നാം എത്രയോ അനുഗ്രഹീതരും എത്രയോ ശ്രേഷ്ഠതയുള്ളവരും ആകുന്നു. രാജകീയ പുരോഹിത വർഗത്തിൻ്റെ അത്യുത്തമമായ ശുശ്രൂഷ നമുക്ക് ലഭിച്ചതിനാൽ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. അടുത്തതായി നാം വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം തിരുവചനത്തിൽ ലേവ്യ പുസ്തകം 7:37 കാണുന്ന 6 വിധ യാഗങ്ങൾ മാത്രമല്ല, ഇനിയും ധാരാളം യാഗങ്ങൾ പുതിയ നിയമത്തിൽ ആത്മീയ യാഗങ്ങളുണ്ട്. ദൈവഹിതം ആയാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കവയെ പഠിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്ഷമയോടുകൂടെ ദൈവവചനം കേൾക്കുക, ദൈവവചനം കേൾപ്പിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുന്നവനും അത് കേൾക്കുന്നവനും അതിനനുസരിച്ച് കേൾപ്പിക്കുന്നവനും അത് ചെയ്യുന്നവനും ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, അല്പം കൂടെ സമയം ചിലവഴിച്ച് ദൈവവചനം പൂർണ്ണമായി ശ്രവിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, ഈ വിശുദ്ധന്മാർക്കായി സ്തോത്രം, ഈ ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങൾ കേൾക്കുന്നത് കേൾപ്പിക്കുവാനും ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷിയായി നിന്ന് അറിയിക്കാതെ പാപം ചെയ്യാതിരിപ്പാൻ കർത്താവെ, ഞങ്ങൾ അറിഞ്ഞ സത്യത്തെ ലോകമെമ്പാടുമുള്ള സകലരോടും വിളിച്ചറിയിപ്പാൻ ആവശ്യമായ കൃപയും ശക്തിയും തന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയോഗം, യോഹന്നാൻ 20:20 കാണുന്ന നിയോഗം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, നിറവേറ്റുവാൻ ആവശ്യമാർന്ന വെളിപ്പാടും കൃപയും പ്രതിഷ്ഠയും തന്ന് ഞങ്ങളെ നടത്തണം. പുത്രന്റെ നാമത്തിൽ ശ്രവിക്കുന്ന ദൈവദാസിദാസന്മാർ എല്ലാവരെയും താഴ്ത്തി സമർപ്പിച്ച് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.